എത്രയാണ്? 50 അല്ലേ? ഒരു 50. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ മുത്തങ്ങയിൽ ഫോറസ്റ്റ് റൈഡിന് വേണ്ടിയിട്ട് പുറപ്പെട്ടിട്ടേ ഉള്ളൂ എല്ലാവരും കൂടി. അതെ, അപ്പോൾ നമ്മൾ ഇന്നലെ ബത്തേരിയ താമസിച്ചേട്ടോ. ബത്തേരി അവിടെ ഒരു സ്ഥലത്ത് താമസിച്ചു. രാവിലെ അവിടെ നിന്ന് തന്നെ 5 മണിക്ക് തന്നെ നമ്മൾ പുറപ്പെടേണ്ട പരിപാടി തുടങ്ങി. ഇപ്പോൾ 6:10 ആയിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 10-11 കിലോമീറ്റർ ഉണ്ട് മുത്തങ്ങയിലേക്ക്. അപ്പോൾ അവിടെ ഫോറസ്റ്റ് ഇവിടെ ഒരു റൈഡാണ്. ഒരാൾക്ക് നമ്മളെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് അവരെ വണ്ടിയിലാണ് അവിടെ നിന്ന് പോകേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടില്ല, അതെല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് നോക്കണം. പിന്നെ സച്ചുവലുണ്ട് കേട്ടോ, എല്ലാവരും ഉണ്ട്. രാവിലെ ഉറക്കം എഴുന്നേറ്റ് ഇങ്ങനെ മൂടിപ്പോയി. പിന്നെ നല്ല തണുപ്പ്, നല്ല തണുപ്പ് കേട്ടോ. നല്ല തണുപ്പായിട്ട് മഞ്ഞുണ്ട്. കുറച്ചുകൂടെ അങ്ങോട്ട് മല കാണിച്ചു തരാം. അപ്പോൾ കുറേ ആനിമൽസിനെ കാണുന്ന പറഞ്ഞത്. ഇനി അവിടെ അതിൻ്റെ ഉള്ളിലെത്തിയിട്ട് എങ്ങനെയല്ലെന്ന് അറിയില്ല. നമുക്ക് പോയിട്ട് അതൊന്ന് നോക്കാം ബാക്കി കാര്യങ്ങൾ. അടിപൊളി മഞ്ഞുണ്ടോ, നല്ല കൃഷിയെല്ലാം ചെയ്യുന്ന സ്ഥലം കേട്ടോ. വയലാണ്, നെല്ലെല്ലാം നല്ലോണം വിളഞ്ഞി കിടക്കുന്നത്. നമ്മൾ ടിക്കറ്റിൽ എടുത്തോട്ടോ. ടിക്കറ്റ് എടുത്തിട്ട് വണ്ടി കയറിയിട്ടുണ്ട്. ആ ടിക്കറ്റ് എടുക്കുന്ന കാര്യങ്ങൾ ഞാൻ വന്നിട്ട് പറഞ്ഞോളാം. കാരണം ഇത് എത്തുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ലേറ്റായി. ഇതാണ് നമ്മൾ പോകുന്നത്. ജീപ്പാണ് ഇവിടുന്ന് പോകുന്നത്. ഇത് നമ്മൾ ട്രെയിനിങ് ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ട്രെയിനിങ് ആണ്. ഇത് കാട്ടിൽ നിന്ന് പിടിച്ചിട്ട് ട്രെയിനിങ് കൊടുക്കുന്നത് അല്ലേ? ഇത് കുഞ്ഞാനുകളൊക്കെ മിസ്സായി കഴിഞ്ഞാൽ ഉണ്ടായിരുന്നതാണ്. പിന്നെ 2 ആന കാട്ടാനാണ്. നാട്ടിലൊരു ആൾക്കാർ ആക്രമിച്ച് കൃഷി നശിപ്പിക്കുന്നു, ശല്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ. അതിന് കൃഷി. ഓക്കെ ഓക്കെ ഓക്കെ. ആണ് കേട്ടോ, ട്രെയിനിങ് ആണ്. കാട്ടാൻ്റെ കുഞ്ഞല്ലേ? 2 കുട്ടികളുണ്ടല്ലേ? കുട്ടിയാണ് കേട്ടോ. കാട്ടാനൻ്റെ കുട്ടിയാണ് അത്. ഏത് മുന്നിലുള്ള കൊമ്പ് പോയിരുന്നു അല്ല? അപ്പോൾ എല്ലാവരും വയനാട് വന്നിട്ടാകുമ്പോൾ മുത്തങ്ങ ഫോറസ്റ്റ് റൈഡിന് എല്ലാവരും വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി പോയിരുന്നു. അതുകൊണ്ടത് പിന്നെ ടിക്കറ്റ് കൗണ്ടർ ഒന്നും കാണിക്കാൻ പറ്റില്ല. നമ്മൾ തിരിച്ചവിടെ എത്തിയിട്ട് കാണിക്കുന്നുണ്ട്. ഇത് വേറെ തന്നെ ഒരു ഫീലാണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ ശരിക്കും ഇവിടെ വന്നിട്ട് തന്നെ ഇത് നമ്മളെ ക്യാമറയ്ക്ക് ഒരു പരിധി ഉണ്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ. പിന്നെ നമ്മൾ നേരത്തെ കണ്ടില്ല, ആനേനൊക്കെ കണ്ടില്ല. അത് കുട്ടിയാന, ഈ കാട്ടാന കൂട്ടമായിട്ട് വന്നിട്ടാകുമ്പോൾ കുട്ടികൾ മിസ്സായി പോയിട്ടാകുമ്പോൾ ഇവരവിടെ നിന്ന് ട്രെയിനിങ് ചെയ്യുന്നതാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ വലിയ വലിയ മരങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ കാണുന്നത്. നല്ല മഞ്ഞും ഇതെല്ലാം, നല്ല തണുപ്പ്, വേറെ തന്നെ ഒരു ഫീലാണ്. വന്നാൽ മാത്രമേ ഇന്നലെ ഉണ്ടായിരുന്നില്ല കാട്ടുപത്തല്ലോ? ആന ഇപ്പൊ സീസണല്ല, സീസൺ വേനലാവണം. വേനലാണല്ലേ? വേനൽക്കാലമാണ്. മഴക്കാലം കഴിഞ്ഞിട്ടുള്ളൂ. ഉൾക്കാട്ട് എല്ലായിടത്തും മുന്നിൽ പല സ്ഥലത്തും വെള്ളവും തീറ്റക്കുണ്ട്. അതുകൊണ്ട് പുറത്തുകൊണ്ട് ഒരു സ്ഥലത്ത് നിൽക്കുമില്ല. പിന്നെ വേനലാകുമ്പോൾ കർണാടക, തമിഴ്നാട് ഏരിയ ചില ഭാഗത്തിലൊക്കെ വെള്ളം പറ്റും, കാണണം. ചില ഭാഗത്ത് കാട്ടുതീ തുടരും. ആനകളൊക്കെ മുട്ടോട്ടേക്കാണ് കൂടുതൽ കൂടുതൽ ആനക്കാണ്. അങ്ങോട്ടേ സാധ്യമാണ്. ആനകളൊക്കെ വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലം കേട്ടോ അത്. ഇതിപ്പോൾ ശരിക്കും സീസൺ അല്ലാത്തതുകൊണ്ടാണ് ഇല്ലാതെ കടുവ വരെ ഉണ്ടെന്ന് പറയുന്നത്. അതെ, തണുപ്പും മഴയായതുകൊണ്ട് ഇപ്പം കുറവാന്ന് പറയുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇനി വേനലായി കഴിഞ്ഞാൽ ഡ്രൈ നല്ല ഇത് വരുന്നത് വെള്ളത്തിൽ ക്ഷാമം വരുമ്പോൾ കൂടുതൽ വരും. കടുവയും കാട്ടുപോത്തും എല്ലാം വരുന്നതാണ്. ഇന്നലെ ഉണ്ടായിരുന്നു പറഞ്ഞു. അതിലൊക്കെയാണ് നമ്മള് ആകെ കണ്ടത് നമ്മളെ ആനേനെയും ആനയും മാത്രമാണ്. ബാക്കിയുള്ളത് എവിടെയാ പോയി നിൽക്കുന്ന ആർക്കും അറിയില്ല. ഇത് വരാത്തതല്ലേ? അതെ, കുറെ നേരമില്ല നമ്മുടെ യാത്ര. നമ്മൾ ഇതിനായിട്ട് ഇന്നലെ കട്ട വെയിറ്റിംഗിൽ നിന്നിട്ട് കിച്ചുവിന്റെ ഇതിനാണ് പറഞ്ഞത് കടുവ വേണം, ട്രക്കിങ് വേണമെന്നല്ല. എവിടെ ഇങ്ങനെ കണ്ടാ മതി. അവര് നമുക്ക് നല്ല നല്ല അനുഭവം. മാനുകൾ തന്നെ കേട്ടോ, കൂടുതലുണ്ട് മാനിനൊക്കെ ഉണ്ടാവും. ആദ്യത്തെ കൊമ്പ് കഴിഞ്ഞിട്ട് രണ്ടാമത് വരുന്നുണ്ടോ? രോമമില്ലാത്ത കൊമ്പാണ്. ആദ്യത്തെ കൊമ്പ് രോമമില്ലാത്ത കൊമ്പാണ്. രോമമില്ലാത്ത കൊമ്പാണ്. രണ്ടാമത് വരുന്ന കൊമ്പ്. ആദ്യത്തെ കൊമ്പ് കഴിഞ്ഞിട്ട് രണ്ടാമത് വരുന്ന കൊമ്പ്. ചില സമയങ്ങളിൽ മാനെ പോലും കാണില്ല. അതല്ലേ? വെറുപ്പാവും മാനിനെ കാണും. ചിലപ്പോൾ എല്ലാവരും പോകുന്ന വാഹനം ശല്യപ്പെടെ തിരിച്ചു കൊണ്ടുവരും. തിരിച്ചുകൊണ്ടുവരും. റോഡ് അതുമാർക്കല്ല റോഡ് കിടന്നു. ചില സമയത്ത് മാന വരുന്നു, ചില സമയത്ത് ആന വന്നിട്ട് ബ്ലോക്ക്. അപ്പോൾ ഒരു അടിപൊളി ട്രെക്കിങ് കഴിഞ്ഞ് നമ്മൾ ഏകദേശം കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക. നമുക്ക് നോക്കാം പുറത്തുള്ള വിശേഷം നോക്കാം. നമ്മൾ വണ്ടി വെച്ച സ്ഥലം ഇവിടുന്ന് കുറച്ചും കൂടി പോകാനുണ്ട്, ഒരു 2 കിലോമീറ്ററോളം പോകാനുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം പുറത്തുള്ള കാര്യങ്ങൾ എങ്ങനെയാണുള്ളത്. നമ്മളൊരു കുട്ടി കാട്ടിൽ നിന്ന് വർഷം നെല്ലിക്ക വെക്കുന്നു കേട്ടോ. എത്രയാണ്? 50 അല്ലേ? ഒരു 50 രൂപ. 50 രൂപ കേട്ടോ. നല്ല അടിപൊളി നെല്ലിക്ക. ചെയ്യുന്നില്ല സ്കൂളിലാ? ലീവാ? സ്കൂളുണ്ട്. 2 മണിക്ക് പോകണം. 2 മണിക്ക് പോകണല്ലേ? ആ ഓക്കെ. അപ്പോൾ ഓക്കെ പോവാ. നല്ല നെല്ലിക്ക കേട്ടോ, കാട്ടിൽ നിന്ന് പറിച്ച് കുട്ടികളോട് നിൽക്കുന്നു. നമ്മൾ സെറ്റപ്പ് സ്ഥലങ്ങൾ കേട്ടോ. കാട്ടിൻ്റെ ഉള്ളിലൂടെയുള്ള യാത്ര കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ റോഡിലുള്ളത് മൈസൂറിലേക്ക് പോകുന്ന റോഡാണ്. ഗുണ്ടൽപേട്ട് ബത്തേരിയിൽ നിന്ന് ഗുണ്ടൽപേട്ടിലേക്ക് പോകുന്ന റോഡിലേക്കാണ് നമ്മൾ തിരിച്ചിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ വന്ന സ്ഥലമില്ലേ അവിടത്തേക്കാണ് തിരിച്ച് പോകുന്നത്. ഇത് സച്ചുവലം മാനിനെ നമ്മൾ കൂടുതൽ കണ്ടത്. സച്ചുവലം നല്ല അടിപൊളിയായിട്ട് മാനിനെ കണ്ട് നല്ല കണ്ട മുകളെല്ലാം കണ്ട നല്ല സന്തോഷമായിട്ടിരിക്കുന്നു. പിന്നെ നമ്മൾ ഫസ്റ്റ് ആനേനെ കണ്ടിരുന്നു. മയിലല്ലേ?
ഒന്ന് മയിൽ കണ്ടോ, മയിൽ കണ്ടോ? ആ കണ്ടു. അതന്നെ ആൺമയിലാണ് രണ്ടും ആൺമയിലല്ലേ? നല്ല തണുപ്പായതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. തണുപ്പായതുകൊണ്ട് ഇരിക്കാം. ആ എൻഡിലല്ലേ മലയെണ്ണൻ കേട്ടോ, മലയെണ്ണൻ. അതെ 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 ആ എൻഡിൽ നിന്ന് ആ കായ് ഇങ്ങനെ കഴിക്കുന്നു. അതെ 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 അതാണ് ഇങ്ങനെ താഴെ വീണത്. ഇവിടെ താഴെ ഇങ്ങനെ വീഴുന്നുണ്ടോ? അപ്പോൾ അത് മലയെണ്ണൻ കേട്ടോ, മലയെണ്ണൻ. നമ്മളെ വണ്ടിയെല്ലാം അവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ തിരിച്ചിപ്പോൾ നമ്മൾ പോയ സ്ഥലത്ത് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇവിടെയൊക്കെ അടുത്ത ടീം ഇങ്ങനെ ഓക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇറങ്ങാം. എടുത്ത സ്ഥലമാണ്. അപ്പോൾ ടിക്കറ്റ് റേറ്റ് 160 കേട്ടോ, 160 രൂപയാണ് ഒരാൾക്ക്. പിന്നെ ഇവിടുന്ന് പോകുന്ന ഈ ജീപ്പിന് 750 രൂപയാണ്. അത് എത്ര ആൾക്കാരായി കഴിഞ്ഞാലും 750 തന്നെയാണ്. 4-5-6 പേർക്കെല്ലാം പോകും സുഖമായിട്ട്. പിന്നെ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ പോയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ട് ഇതിൻ്റെ ഉള്ളിലിപ്പം സീസൺ അല്ലാത്തത് കൊണ്ടാണ് കുറച്ച് മൃഗങ്ങളൊക്കെ കുറഞ്ഞത്. കൂടുതലും മാനും ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ കയറുന്ന സ്ഥലത്ത് കുറച്ച് കണ്ടിരുന്നു. മാനത്തിൻ്റെ മെയിനായിട്ട് കണ്ടത്. പിന്നെ കാട്ടാനുണ്ടായിരുന്നു, അതൊക്കെ ഉള്ളിലോട്ട് പോയിരുന്നു. അപ്പോൾ നമ്മൾ ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഇവിടെ സുൽത്താൻ ബത്തേരി എത്തിട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ റൈഡിങ്ങിൻ്റെ ടൈം രാവിലെ 7 മണി മുതൽ 10 മണി വരെ, 3 മണി മുതൽ 5 മണി വരെ. ഓക്കെ, അപ്പോൾ എല്ലാവരും കട്ടൊക്കെ സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ. വലിയ ആൾക്കാർക്കും ഇരുന്ന് ആടാൻ പറ്റും കേട്ടോ. ഇമ്മ കുറേ മരങ്ങളാണ്, നല്ല തണുപ്പ് ഇതിൻ്റെ ഉള്ളിൽ, നല്ല സെറ്റപ്പാണ്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ഒരാൾ, നമ്മളുടെ കൂടെയുള്ള ഒരാൾ ഇവിടെ ഇത് മുന്നേ വന്നിട്ടുണ്ട്. സച്ചു